ഈ സൈക്കോളജിസ്റ്റുകൾ നിങ്ങളൊക്കെ പറയണത് പോലെ ഇങ്ങനെ കേട്ടിട്ട് കുട്ടികളെ തീരെ ചീത്ത പറയാതെ ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയാൽ അവർ പറഞ്ഞത് അനുസരണയില്ലാത്തവരാകൂലേ എന്നൊരു പരിഭവം ഒരാൾ പങ്കുവച്ചു. ഒരു കുട്ടിയോടും മുഖം കറുപ്പിച്ച് ഒന്നും പറയരുതെന്നോ ശകാരിക്കരുതെന്നോ ശിക്ഷിക്കരുതെന്നോ പറയുന്നുണ്ടെങ്കിൽ തീർത്തും അത് അസംബന്ധം തന്നെയാണ്. നമ്മൾ എല്ലാം ബാലൻസ് ചെയ്യണം. ഒരിക്കലും ഒരു ശകാരവും വാപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കിട്ടാതെ വളർന്ന കുട്ടി പുറത്തു പോയി എന്തെങ്കിലും ഒരു ശകാരം കിട്ടിയാൽ, എന്തെങ്കിലും ഒരു ചീത്തവാക്ക് കേട്ടാൽ തീർച്ചയായും തളർന്നു പോകും. ഒരടിയും എവിടെ നിന്നും കിട്ടാത്ത കുട്ടിക്ക് വേറെ എവിടെ നിന്നെങ്കിലും ചെറിയ ഒരു അടി കിട്ടിയാൽ തകർന്നു പോകും. എല്ലാം കിട്ടണം, ആവശ്യത്തിന് മാത്രം, ഓവറാകരുത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചീത്ത പറയുന്ന ശൈലിയാവരുത്. വലിയ വലിയ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അതിനൊന്നും നമ്മൾ ചീത്ത പറയില്ല, ശകാരിക്കില്ല, അടിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ അടിക്കുന്നത്. കുട്ടികൾ ജനലിലേക്ക് വലിഞ്ഞു കയറുന്നു, അതിന് ചീത്ത, അടി. പുറത്ത് മണ്ണിൽ കളിക്കുന്നു, വീണ്ടും അടി. കുട്ടി ഒരു ഗ്ലാസ് പൊട്ടിച്ചു, ചീത്ത. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അടിക്കുന്നു. ആത്മീയമായും ഭൗതികമായും വലിയ വലിയ നഷ്ടങ്ങൾ അവനുണ്ടാക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കുട്ടി 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. എത്ര രക്ഷിതാക്കളുണ്ട് നിസ്കരിക്കാൻ പറയുന്നവർ, അടി പിന്നെയല്ലേ. നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് പറയുന്നത് 10 വയസ്സ് പൂർത്തിയാകണം. അപ്പോൾ അതിനു മുമ്പ് അടിക്കണ്ടേ? അടിക്കരുത്. നിസ്കാരത്തിന് പോലും അടിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? തീർച്ചയായും നിസ്കാരത്തിൻ്റെ താഴെയാണ് ഇസ്ലാം ബാക്കി എല്ലാ കാര്യങ്ങളെയും വെക്കുന്നത്. അടിക്കരുത് എന്നാണ് പറഞ്ഞത്. അവിടെ ഉപദേശിക്കാം, പറയാം. പൊതുഖജനാവിൽ നിന്ന് കുട്ടി ഈത്തപ്പഴമെടുത്ത് ഭക്ഷിച്ചപ്പോൾ തീർത്തും ഹറാമാണ് ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയെ അടുത്ത് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മോനെ, ഈ ഭക്ഷണം നമുക്ക് ഹറാമാണെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് തുപ്പിക്കളയുക. തുപ്പട എന്നല്ല, മറിച്ച് തുപ്പുന്നത് എന്തിന്? ഈ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ എന്താണ് പ്രശ്നം? അതാദ്യം അവതരിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് വായിൽ നിന്ന് ഭക്ഷണം കളയുന്നത്.